ഹായ്. മധുര രാമേശ്വരം ധനുഷ്കോടി ഊട്ടിക്ക് ശേഷം ഞാൻ വിചാരിച്ചു ട്രിപ്പിൻ്റെ ഒരു എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ വീഡിയോൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. പിന്നെ ഡിസ്ക്ലെയിമർ പോലെ ചെറിയൊരു കാര്യം, ഞാൻ വീട്ടിൽ നിന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് തന്നെ. എൻ്റെ കയ്യിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാക്ക, പൂച്ച, കോഴി, ഇന്ന് രാവിലെ തൊട്ടിട്ട് ചീവീട്, ഇതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലീസ് എക്സ്ക്യൂസ് മീ. ഓക്കെ, ഇരുന്നൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് അതൊക്കെ വാങ്ങാൻ. ഓക്കെ, എല്ലാ വ്യാഴാഴ്ചയും മംഗലാപുരം ടു തിരുനെൽവേലി വരെ പോകുന്ന തിരുനെൽവേലി എക്സ്പ്രസ്സിലാണ് ഞാൻ ആദ്യം പാലക്കാട് വരെ പോയത്. പാലക്കാട് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേറെ ബുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കോഴിക്കോട് ടു പാലക്കാട് സ്ലീപ്പർ ടിക്കറ്റ് എനിക്ക് വന്നത് 150 റുപ്പീസാണ്. പിന്നെ പാലക്കാട് ടു മധുരൈ പെർ ഹെഡ് 275. പിന്നെ നൈറ്റിലെ ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് അതിനൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് പുലർച്ചെ ഒരു 4:15 ആകുമ്പോഴാണ് നമ്മൾ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. നമുക്ക് അവിടെ ഫ്രഷ് അപ്പ് ആകാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം 1 ഒരുപാട് സൗകര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കുറച്ചും കൂടി വൃത്തിക്കായിട്ട് തോന്നിയിട്ടുള്ളത് പ്ലാറ്റ്ഫോം 1 തന്നെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഒരു ഫ്രഷ് അപ്പ് ആകാനുള്ള സൗകര്യമുണ്ട്. പെർ ഹെഡ് നമുക്ക് 40 രൂപയെ കുളിക്കാൻ കാര്യങ്ങൾക്കായിട്ട് വരുന്നുള്ളൂ. പിന്നെ ലഗേജ് വയ്ക്കാൻ പെർ ഹെഡ് 15 രൂപ, ഒരു ബാഗിന് 15 രൂപ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ആയത് 110 രൂപ. പിന്നെ നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ. കാരണം ഞങ്ങൾ സ്റ്റേ ബാക്ക് ഒന്നും ഇൻക്ലൂഡ് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ബേർഡൻ ആവണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ചെരുപ്പും ഫോണും മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കയ്യിൽ കുറച്ച് ലിക്വിഡ് എമൗണ്ട് വയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ പോകുന്ന വഴിയിൽ ഒരു ചായയൊക്കെ കുടിച്ച് പെർ ഹെഡ് ഞങ്ങൾക്ക് 15 രൂപ എന്തോ ആയിട്ടുള്ളൂ. വെസ്റ്റ് ടവർ, ഈസ്റ്റ് ടവർ, സൗത്ത് ടവർ, ഇങ്ങനെ കുറേ 4 ടവർ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ എത്തിയത് വെസ്റ്റ് ടവറിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്കവിടെ ചെരുപ്പ് വയ്ക്കാനും ഫോണൊക്കെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ചെരുപ്പ് ആക്ച്വലി ഫ്രീ ആണ്. ഒരു ഫോണിന് 5 രൂപയേ ഉള്ളൂ. പിന്നെ മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ കോമൺ ഇറ 1900 ടു 1205 കാലഘട്ടത്തിൽ പാണ്ഡ്യ ഡൈനാസ്റ്റിക്കാരാണ് ആക്ച്വലി മധുര ടെമ്പിൾ ഉണ്ടാക്കിയത്. പിന്നെ 16th സെഞ്ച്വറി നായക് ഡൈനാസ്റ്റി അത് പുതുക്കി പണിയായിരുന്നു. മധുര മീനാക്ഷി ടെമ്പിൾ ആക്ച്വലി 14 ഗോപുരങ്ങളുണ്ട്. ആക്ച്വലി ഈ ഓരോ ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 174 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ഈ ഗോപുരത്തിലാണെന്ന് പറയാനാണെങ്കിൽ പുരാതന സ്കൾപ്ചേഴ്സ്, ഏൻഷ്യൻറ്റ് സ്കൾപ്ചേഴ്സ് ഒക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. ആലോചിക്കണം, ഇതൊക്കെ കൈകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തിയ കാര്യം. പിന്നെ ആയിരക്കണക്കിന് കളേഴ്സും, എല്ലാ സ്കൾപ്ചേഴ്സും കളേർഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ലോർഡ് ശിവ ആൻഡ് പാർവതിക്ക് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ അമ്പലം. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് തൊട്ടടുത്താണ് 1000 കൽമണ്ഡപം, പുതുമണ്ഡപമൊക്കെ ഉള്ളത്. നമുക്ക് പിന്നെ അവിടെ പോകാൻ പറ്റും. ഭയങ്കര ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പോയത് 2026 മെയ് മാസം ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ അവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലോട്ടൊന്നും ആ സമയത്ത് നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ഒന്ന് ദൂരെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെറിയൊരു വിഷമമുണ്ട് അത് കാണാൻ പറ്റാത്തതിൽ. പിന്നെ കൂടലഴകർ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കൂടലഴകർ ടെമ്പിളിലേക്ക് പോകാം. അതും അണ്ടർ മെയിൻ്റനൻസ് ആയിരുന്നു ആക്ച്വലി. പറഞ്ഞതുപോലെ ദൂരെ നിന്നേ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ നമുക്ക് തൊട്ടടുത്ത് കാത്തഡ്രൽ ചർച്ച് ഉണ്ട്, കാത്തഡ്രൽ ഷൻ ചർച്ച് ഉണ്ട്. ഭയങ്കര ഭംഗിയാണത്. അത് യൂറോപ്യന് അതുപോലെ റോമൻ ആർക്കിടെക്ചർ സ്റ്റൈലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ചർച്ച് തന്നെയാണ്. അവിടെ പോവാം. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു ജിഗർദണ്ഡ, മധുരയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ഡയാണ്. മധുരൈ ഫേമസ് ജിഗർദണ്ഡ. അതിൻ്റെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേക ഒതൻറ്റിക് ഷോപ്പുണ്ട്. നമുക്കതിനായിട്ട് ഒതൻറ്റിക് ആയിട്ടുള്ള ജിഗർദണ്ഡ കുടിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കടയിൽ പോകണം. ആക്ച്വലി ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് ഒരുപാട് ജിഗർദണ്ഡ ഷോപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ. പിന്നെ ജിഗർദണ്ഡ കുടിച്ചതിന് ശേഷം നമുക്ക് മധുരൈ തിരുമലൈ നായക് പാലസിലോട്ട് പോകാം. 1860 പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു പാലസിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൂണുകളാണ്. ആക്ച്വലി 214 തൂണുകളാണ് ഈ പാലസിനുള്ളത്. ഓരോ തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20 അടിയോളം ഹൈറ്റാണ്. ഭയങ്കര വലിയ തൂണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ. ആക്ച്വലി അത് ഒരു എന്താ പറയുക, ഈ ഫോട്ടോജനിക് ആയിട്ടുള്ള ആളുകൾക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് അത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇൻ കേസ് നിങ്ങൾ സ്റ്റേ ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മധുര ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു തിരുപ്പറക്കുണ്ട്രം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ട്രക്കിംഗ് സ്പോട്ട്. ആക്ച്വലി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു സൺസെറ്റ് സ്പോട്ടാണത്. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മധുരയുടെ ഒരു വൈഡ് വ്യൂ കിട്ടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്ക് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക്
പെർമിഷൻ ഇല്ല പോകാൻ. എനിക്ക് തോന്നുന്നു അതിനങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ട് അവിടെ എത്താൻ ശ്രമിക്കുക, സൺസെറ്റ് എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. ഞങ്ങൾ തിരുപ്പറക്കുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലം ആക്ച്വലി സ്കിപ്പ് ചെയ്തു. കാര്യം മധുര നായക് പാലസിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് രാമേശ്വരം കാണാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ വന്നത്. കാര്യം ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ ഈ ഒക്ടോബർ മാസത്താണ് തമിഴ്നാട്ടിൽ മൺസൂൺ സീസൺ എത്തുക. അതായത് മധുര സൈഡിൽ, ഇനി മധുര സൈഡിലാണോ തമിഴ്നാട് മുഴുവനാണോ എന്ന് എനിക്കറിയില്ല, മധുര സൈഡിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് മൺസൂൺ എത്തുക. കാര്യം ഞങ്ങൾ വരി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു അക്ക പറഞ്ഞത് ന്യൂ ഇൻഫോർമേഷൻ. ഓക്കെ, തിരുമല നായ കഴിഞ്ഞ് ഞങ്ങൾ 1 മണിക്ക് രാമേശ്വരത്തോട്ടൊരു പാസഞ്ചർ ഉണ്ട്, മധുരൈ രാമേശ്വരം പാസഞ്ചർ. പെർ ഹെഡ് 40 രൂപയാണ് നമുക്ക് വരുന്നത്. 4:30 ആവുന്ന സമയത്ത് രാമേശ്വരത്തെത്തും. ധനുഷ്കോടിയായിരുന്നു ഞങ്ങളുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ്. രാമേശ്വരം ടു ധനുഷ്കോടി പെർ ഹെഡ് 30 റുപ്പീസ്. പിന്നെ പെമ്പിള്ളകൾക്ക് തമിഴ്നാട്ടിൽ ബസ് ഫ്രീ ആയതുകൊണ്ട് ഒക്കെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. പിന്നെ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു വന്നു നമുക്ക് രാമനാഥസ്വാമി ടെമ്പിൾ. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അധികം എക്സ്പെൻസ് വന്നില്ല, ബസ്സിൻ്റെ ഫെയർ മാത്രമേ വന്നുള്ളൂ. 60 വന്നുള്ളൂ. പിന്നെ രാമനാഥസ്വാമി ടെമ്പിൾ കയറുന്ന സമയത്ത് നമുക്ക് ബാഗൊക്കെ വയ്ക്കാം, ഫോൺ കയ്യിൽ വയ്ക്കാം. പക്ഷേ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല, അവിടുത്തെ ആളുകൾ കണ്ട ചീത്തയേക്കും. ഓക്കെ, അങ്ങനെ രാമനാഥസ്വാമി ടെമ്പിളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഡിന്നറിന് ശേഷം തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട്. പിന്നെയാണ് ഞങ്ങൾക്കൊരു ഊട്ടി ട്രിപ്പിനെ കുറിച്ച് ഒരു ചിന്തയൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ഒരു ഫ്രൈഡേ ആയിരുന്നു, അന്ന് എല്ലാ ഫ്രൈഡേയും നമ്മൾ ഓക്ക വരെ പോകുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു. തിരിച്ച് മധുര ജംഗ്ഷനിലോട്ട് വന്നു. പെർ ഹെഡ് 60 റുപ്പീസ് എന്തോ ആയിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് കോയമ്പത്തൂർ എത്തിയിട്ട് വേണം നമുക്ക് ഊട്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെർ ഹെഡ് ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 70 റുപ്പീസ് കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനിന്. ഓക്കെ, പിന്നെ കോയമ്പത്തൂർ എത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷപ്പായിട്ട് പിന്നെ അവിടെ പോകുന്നതിന് നമുക്ക് എന്താ പറയുക, റെസ്റ്റ് റൂംസ് ഉണ്ട് റെയിൽവേയുടെ. അതിന് ഫീ ഒന്നുമില്ല, നല്ല വൃത്തിയാണ് ആക്ച്വലി. എനിക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് തോന്നിയിട്ടുള്ളത് കോയമ്പത്തൂരിലെ പബ്ലിക് ടോയ്ലറ്റ്സാണ്. അത് എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം 3 തോന്നുന്നു. നല്ല വൃത്തിയാണ് അവിടെ ആക്ച്വലി. അവിടുന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിൻ്റെ ശേഷം തൊട്ടടുത്ത് തന്നെ എക്സിറ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ നമുക്കൊരു അടിപൊളി ഹോട്ടലുണ്ട്. അവിടെ ഞാൻ മുമ്പ് ഓക്കെ അവിടെ തന്നെ ഞാനൊരു കട അങ്ങനെ ആലോചിക്കുമായിരുന്നു. അവിടെ ബൊച്ചെ, ദൈവത്തെ വിചാരിച്ചിട്ട് ആരും അവിടെ പോകരുത്. ഞാനൊരു ഒരു ബിരിയാണി കഴിച്ചായിരുന്നു, ഏകദേശം 200 രൂപ എങ്ങാണ്ടായി. കേരള സ്റ്റൈൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. ചിക്കനൊക്കെ ചിക്കൻ കൊന്നിട്ട് അതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ടുന്നത് പോലെ. ഞാൻ കുറ്റം പറയും, കാര്യം എൻ്റെ പൈസ 200 രൂപ പോയത്. ബോച്ചത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. ഞാൻ അവിടെ ആക്ച്വലി മാനേജറിനോട് പറഞ്ഞായിരുന്നു. ഓക്കെ, സോറി, വീഡിയോയിൽ കുറ്റം പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മസാല ദോശ. പിന്നെ നമ്മൾ കോയമ്പത്തൂർ നിന്ന് ഊട്ടി പോകണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ നമ്മൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അതായത് മെയിൻ എൻട്രൻസിൽ നിന്ന് തൊട്ട ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഗാന്ധിപുരം ബസ് കിട്ടും. മുന്നിലൂടെ ഒരുപാട് ബസ് പോകുമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ബസ് നിർത്തി തരില്ല. ജസ്റ്റ് ഒരു 50 മീറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഗാന്ധിപുരം 5 രൂപ എങ്ങാണ്ടായിട്ടുള്ളൂ ബസ്സിന്. അവർക്ക് പിന്നെ ഓഫ് കോഴ്സ് പൈസ വേണ്ട. ഇൻ്റർസിറ്റി ബസ്സുകൾക്കാണ് പൈസ വേണ്ടത് കേട്ടോ. ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. ഓക്കെ, അങ്ങനെ അവിടുന്ന് ഗാന്ധിപുരം ടു പുതുസ്റ്റാൻഡ്, അവിടെ പുതുസ്റ്റാൻഡ് എന്നാണ് കൊളോക്കിയലായിട്ട് പറയാം, അതായത് ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് ഞങ്ങളൊരു പ്രൈവറ്റ് ബസ്സിൽ പോയത്. പെർ ഹെഡ് 15 റുപ്പീസ്, അങ്ങനെ 30 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 800 മീറ്റർ നടക്കണം. ഞങ്ങളെ ചാമ്പ പെട്ടതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ആക്ച്വലി. കാര്യം അത്ര ദൂരം നടക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മുന്നിലൂടെ വേറെ ബസ് പോകുമായിരുന്നോ അതോ അവിടുത്തെ ആൾക്കാർ ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചാണോ എന്നറിയില്ല. ഒരു 800 മീറ്റർ നടക്കേണ്ടി വന്നു, അതും വെയിലത്ത് രാവിലെ. തമിഴ്നാട്ടിൽ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെസ്സിൽ മുഴുവൻ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു. പക്ഷേ ഫോണിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ പോസായി പോയി. ഓക്കെ, ബാക്ക് ടു ബിസിനസ്. 2 കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ട്. മധുര നായക് പാലസിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ രാമേശ്വരം പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ 1 മണിക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 12:30 ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു മനംമാറ്റം വന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഓട്ടോ വിളിക്കല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. നല്ല അറക്കലായിരുന്നു, ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചരിച്ച് നിർത്തിയിട്ട് അറക്കുന്ന പോലെ. 2 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് 150 രൂപ. പിന്നെ സാഹചര്യം മൂലം അത് കൊടുക്കേണ്ടി വന്നു. പിന്നെ മധുരയിൽ സ്റ്റേ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും.
അവിടുത്തെ കരിദോശയൊക്കെ ഭയങ്കര ഫേമസാണ്. +2 പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മധുരയിൽ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ എനിക്കത് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 350-380 രൂപേൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ബഡ്ജറ്റായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ പകുതിയായിട്ട് കഴിക്കുക. ഒരു സജഷനാട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിക്കാം. പിന്നെ അവിടെ പരുത്തിപ്പാൽ കിട്ടും. പിന്നെ പനന്തൊങ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും തോന്നുന്നു. പാലക്കാടൊക്കെ ഒരുപാട് കിട്ടും. എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അത് മേ ബി ഒരു ട്രിപ്പും കൂടെ ഞാൻ ഒരു പാലക്കാടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കരിമ്പനകളുടെ നാടാണല്ലോ. കരിമ്പനയിൽ നിന്നാണ് തോന്നുന്നു പനന്തൊങ്ക് എടുക്കുന്നത് തോന്നുന്നു, എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ മധുരയിൽ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഒരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പൈസ ഞങ്ങൾ ലാഭിച്ചു. ഓക്കെ, ഇനി ഞാൻ ഊട്ടിനെ കുറിച്ച് പറയാം. അങ്ങനെ പുതു സ്റ്റാൻഡിലോട്ട് വന്നതിന് ശേഷം പുതു സ്റ്റാൻഡിൽ നിന്ന് ഊട്ടി ബസ് നല്ല തിരക്കായിരുന്നു. ഒരു സാറ്റർഡേ ആയിരുന്നു ഞങ്ങളവിടെ എത്തിയത്. തിരക്കുണ്ടായിരുന്നു. പിന്നെ ബുക്കിങ്ങിനെ കുറിച്ചൊന്നും ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് ബുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഓക്കെ, എങ്ങനെയൊക്കെയോ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ 3.5 മണിക്കൂറിന് ശേഷം ഊട്ടിയിലോട്ട് പോകുന്ന വഴി ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. കോത്തഗിരി എന്നൊക്കെ ഞാൻ കേട്ട് ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ടുള്ള സ്ഥലമാണെങ്കിലും നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനൊക്കെ. പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോൾ ഊട്ടി. പിന്നെ അവിടെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ലഞ്ച് ഇങ്ങനെ പ്ലാനിങ് ഒക്കെ നടക്കുന്നത് പൊതുവേ ലഞ്ച് കഴിക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ ചെയ്യുക വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചിന്തയൊക്കെ എത്തുന്ന സമയത്ത് ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൂൾ ബാറിൽ എന്തെങ്കിലും കയറുക. ഇൻ ദ മീൻ ടൈം നമുക്ക് ചിന്തിക്കുകയും ചെയ്യുക, ഫുഡും കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻസ് സെർച്ച് ചെയ്യാം. ഒരുപാട് സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സമയത്താണ് പൊതുവേ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ നടക്കാറ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നല്ല ടയേർഡായിരുന്നു. ട്രെയിനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, ബസ്സിലും തിരക്കായിരുന്നു. ബസ്സിലെ സീറ്റിംഗ് പൊസിഷനൊന്നും അത്ര സെറ്റായിരുന്നില്ല. അവിടെ എത്തി ഊട്ടി സ്റ്റാൻഡിന് തൊട്ടടുത്തുനിന്ന് ഒരു ബിരിയാണി കഴിച്ചു. പെർ ഹെഡ് 150 റുപ്പീസ്. പിന്നെ റൂം തപ്പി ഇറങ്ങി. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഊട്ടിയിലൊരു സ്റ്റേ ബാക്ക് എന്തായാലും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ റൂം തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പെട്ടെന്നുള്ള ട്രിപ്പ് ആയതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരുന്നു അവിടെ റൂം കാര്യങ്ങളൊക്കെ. ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പക്ഷേങ്കിൽ അവർ പറയുന്നു അത് ഊട്ടിയുടെ പീക്ക് സീസണാണ്. ഈ പീക്ക് സീസൺ അവർ ഉദ്ദേശിക്കുന്നത് ഊട്ടി ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളൊരു സമയം എന്നുള്ളതല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയം, എല്ലാവർക്കും ഫ്രീ ഉള്ള സമയം, അതിനായിരിക്കും മേ ബി അവർ സീസൺ ടൈം എന്ന് ഉദ്ദേശിച്ചത്. റൂമൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഒരു 1200, 1400 ഒക്കെ നല്ല റൂം കിട്ടുമെങ്കിലും ഇവർ ഏറ്റവും വൃത്തിയായിട്ട റൂമിന് 2000 നിന്നാണ് തുടക്കം. പിന്നെ ഈ ടയർഡ്നെസ് കാരണം ഞങ്ങൾ ആർഗ്യുമെൻറ്റൊന്നും നിന്നില്ല. പറ്റുന്നത്ര ഞാൻ ആർഗ്യൂ ചെയ്തു, അത് വേറെ കാര്യം. പിന്നെ കുറേ നേരത്തെ അലച്ചതിന് ശേഷം ഏകദേശം ഒരു 1.5-2 മണിക്കൂറിന് അലച്ചതിന് ശേഷം റൂം കിട്ടി. 2100 രൂപ. അതാണെങ്കിൽ ഒരു കുഞ്ഞു റൂമാണ്. കുറച്ചെങ്കിലും വൃത്തിയുള്ളതായിട്ട് തോന്നിയത്. മെയിനായിട്ട് റൂമിൻ്റെ വലുപ്പമല്ല, വൃത്തിയായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റൂമൊക്കെ കയറി 2100 രൂപ. ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയതിന് ശേഷം ഊട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. വീണ്ടും വാട്ട് നെക്സ്റ്റ്? പിന്നെ ഊട്ടി പൈൻ ഫോറസ്റ്റ് അവിടെ നിന്ന് നമ്മൾ ഗൂഡല്ലൂർ റൂട്ടിലാണ്. ഗൂഡല്ലൂർ ബസ്സാണ് നമ്മൾ പിടിക്കേണ്ടത്. ഊട്ടി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഗൂഡല്ലൂർ ബസ് പിടിക്കണം. അതുപോലെ എന്താ പറയുക, മഞ്ഞ കളറാണോ ബസ്, എന്താ ബസ്സിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. മഞ്ഞ കളർ ബസ് പോയാൽ പെടും. അവർ പൈൻ ഫോറസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോഴേ കണ്ടക്ടറിന് അറിയില്ല എന്താ പൈൻ ഫോറസ്റ്റ് എന്ന്. മേ ബി പുതിയ പുള്ളി തോന്നുന്നു. ശരി, അപ്പോൾ ഞങ്ങൾ തലൈക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, എനിക്ക് തോന്നുന്നു 15 രൂപ 13 രൂപ എങ്ങാണ്ട് പെർ ഹെഡ് വന്നിട്ട് ടിക്കറ്റ്. അറൗണ്ട് 20 ഒന്ന് കൂട്ടാം. അപ്പോൾ 40 റുപ്പീസ്. തലൈക്കുന്നത്ത് ഇറങ്ങി. ഈ തലൈക്കുന്നത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 സൈഡിലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ആക്ച്വലി 2 കിലോമീറ്റർ പൈൻ ഫോറസ്റ്റിലോട്ട് വീണ്ടും നടക്കേണ്ടി വന്നെങ്കിലും 2 സൈഡിലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ആ വാക്ക് ആക്ച്വലി ഭയങ്കര വെറുത്തായിരുന്നു. അങ്ങനെ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. കുതിരനെ തീറ്റാനൊക്കെ അവിടുത്തെ ആളുകളൊക്കെ വന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല പച്ചപ്പുല്ലുള്ള സ്ഥലമാണ്. ഈ ചിത്രം സിനിമയിലൊക്കെ ഒരു പാട്ടില്ലേ, അപ്പോൾ അതിലൊക്കെ ഓടുന്നത് പോലെ. ശരി, അങ്ങനെ 2 കിലോമീറ്റർ നടന്നിട്ട് പൈൻ ഫോറസ്റ്റ്. പെർ ഹെഡ് 50 റുപ്പീസാണ് എൻട്രി ടിക്കറ്റ് തരുന്നത്.
100 രൂപ. കുറച്ച് നേരം അവിടെ കാമൊക്കെ ആയിട്ട് ഇരിക്കാം. അവിടെ ഒരു എന്താ പറയുക, ഒരു പുഴ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്വാരത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വേണമെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കാം. ഒരു 5 മണിക്ക് 5:30 കഴിഞ്ഞാൽ അവരത് ക്ലോസിങ് ടൈമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്താ അറിയില്ല, തിരിച്ചു വരുന്ന സമയത്ത് ഈ മഞ്ഞ ബസ് ഞങ്ങളെ ബസ് കയറ്റി. ഞങ്ങൾ അവിടെ ഒരു ചെറിയ ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു 50 മീറ്റർ തന്നെ നടന്നു കഴിഞ്ഞാൽ ഒരു ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ട്. അതിന് മുന്നിൽ ബസ് നിർത്തും. ഊട്ടിയിലോട്ട് വരുന്ന ബസ് വീണ്ടും തിരിച്ച് ഊട്ടിയിലോട്ട്. പിന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഊട്ടിയുടെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം. ഓക്കെ, ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ പറഞ്ഞ പോലെ ഈ ഊട്ടി എന്നുള്ളൊരു പ്ലാൻ എനിക്ക് തുടക്കം വന്നത് കിലുക്കം സിനിമയാണ് എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഊട്ടിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഊട്ടിയിലെ ഹെറിറ്റേജ് ട്രെയിൻ, അതായത് നീൽഗിരി മൗണ്ടെയിൻ ഹെറിറ്റേജ് ട്രെയിൻ എന്നാണ് അതിന് പറയാം. എനിക്ക് തോന്നുന്നു യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് ട്രെയിനാണ് അത്. ഹെറിറ്റേജ് എന്നുള്ള വാക്ക് വായിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ കിലുക്കം സിനിമയുടെ സീൻസ്, സമ്മറിൻ ബത്ലഹേംസിൻ്റെ സീനൊക്കെ ആലോചിച്ച് കുറേ നേരം ഇവിടെ ഇരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും മേട്ടുപ്പാളയം ടു ഉദകമണ്ഡലം ട്രെയിനിൽ, അതായത് ഹെറിറ്റേജ് ട്രെയിനിൽ കൽക്കരി ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ഓടുന്നത്. കൂനൂർ വരെ കൽക്കരി ഉപയോഗിച്ചിട്ട്, അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡീസൽ എഞ്ചിൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും കൂനൂർ വരെ കൽക്കരി എഞ്ചിനേ ഉള്ളൂ. അപ്പോൾ അതിനെന്തായാലും മസ്റ്റായിട്ട് പോകണം. ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഏകദേശം 3 മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിടണം, ടിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത്രയും ഡിമാൻഡുള്ള ഒരു ട്രെയിനാണ് അത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ മഴക്കാലമൊക്കെ മാറി തുടങ്ങുന്ന സമയം, സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ഇല്ലേ, ആ ഒരു സമയത്താകുമ്പോൾ എന്താ പറയുക, നീൽഗിരി മൗണ്ടെയിൻസ്, അതായത് മലകളിലൊക്കെ ഫുള്ള് പച്ചപ്പൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി സമയമായിരിക്കും ആ സമയം. റീല് കണ്ടതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫീൽ ചെയ്തതോ എനിക്ക് അങ്ങനെയാണ്. ഊട്ടി ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ഊട്ടിയുടെ ഒരു സീസൺ ഒന്നും ഉദ്ദേശിച്ചത്. എനിക്ക് കുറച്ചും കൂടെ കോടൊക്കെ വേണം ഒരു സമയം. ഓക്കെ, അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിക്കായി ഊട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു വലിയ മലകളാണ്. ആ മലയിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ രാത്രി കഴിഞ്ഞ വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ഭംഗിയാണ് മലകൾ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ, മല നിറച്ച് ലൈറ്റുകളൊക്കെ ആയിട്ട് അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വിചാരിച്ചു, ഒരു വാക്കിനൊക്കെ ഇറങ്ങി. 2 സൈഡിലായിട്ട് കുറേ ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു, ഓഫ്കോഴ്സ് അവിടെ മാർക്കറ്റ് ഉണ്ടാവും, അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ മെയിൻ കൗതുകം. എനിക്ക് പേഴ്സണലി ഇതൊക്കെ ഭയങ്കര കൗതുകമാണ്. ഞങ്ങൾ ഓക്കെ, അത് വേറെ വലിയ കാര്യം. കോയമ്പത്തൂർ എക്സ്പ്ലോർ ചെയ്ത കാര്യം അത് വേറെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ഊട്ടി നൈറ്റ് വാക്ക്, മാർക്കറ്റിലൊക്കെ പോയി. പൊട്ടാറ്റോയ്ക്ക് കിലോനൊക്കെ എത്രയെന്ന് ചോദിച്ചു. അന്ന് എത്ര 12 രൂപ കണ്ടുള്ളായിരുന്നു പൊട്ടാറ്റോയ്ക്ക്. തക്കാളിക്ക് 8 രൂപയോ അങ്ങനെയൊക്കെ ഊട്ടിയിൽ. അങ്ങനെ നടന്നു. പിന്നെ എനിക്ക് ഒരു ജേഴ്സി വാങ്ങണമെന്നൊക്കെ ഭയങ്കര പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു കടയിൽ നിന്ന് ജേഴ്സിയൊക്കെ വാങ്ങി 300. അതെൻ്റെ മാത്രം എക്സ്പെൻസാണ്. ഫുഡിനൊക്കെ എത്രയാണ് ഞങ്ങൾക്ക് പെർ ഹെഡ് 100 രൂപ അങ്ങോട്ടായിട്ടുള്ളൂ. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ച് നല്ല ഹെവി ആയതുകൊണ്ട് ബിരിയാണി ആയിരുന്നു. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചായ കുടിച്ചു. 12.5 രൂപ. അതായത് 50 പൈസക്കൊക്കെ ആൾക്കാർ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് കുറേ കാലത്തിന് ശേഷം തോന്നിയത്. അല്ലെങ്കിൽ പൊതുവെ റൗണ്ട് ആക്കാറല്ലേ 13. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 13 രൂപ എങ്ങാണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ. ഓക്കെ, 13. കൊച്ചിയിൽ 15 തോന്നുന്നു. എനിഹൗ, അങ്ങനെ ഡേ 1 ഊട്ടി അവസാനിച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ ഊട്ടി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങി. റൂം വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചോദിക്കാം ബാഗ് ഇവിടെ വെച്ചോട്ടെ എന്ന്. കാര്യം ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് ഒരു ബേർഡൻ ആക്കണ്ട, അവിടെ തന്നെ വെക്കാം ബാഗ്. അവർ സമ്മതിച്ചു. രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് സർക്യൂട്ട് ബസ് എന്ന് പറഞ്ഞിട്ടൊരു ബസ്സുണ്ട്. ബസ്സിൻ്റെ മുന്നിൽ സർക്യൂട്ട് ബസ് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സർക്യൂട്ട് ബസ്സിനായിട്ട് ചെറിയൊരു കൗണ്ടറുണ്ട് ഊട്ടി ബസ് സ്റ്റാൻഡിൽ തന്നെ. ഒന്നെങ്കിൽ അവിടെ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ കയറിയിട്ട് തന്നെ 100 രൂപയുടെ ഒരു പാസ് എടുക്കാം. ഈ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പെട്ട പീക്ക്, ഊട്ടി ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി, ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഒരു സ്റ്റോപ്പാണ്. പിന്നെ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ട് ഹൗസ്, ഇവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോകും. ഊട്ടി റോസ് ഗാർഡൻ ഇവിടെയും കൂടെ കൊണ്ടുപോകും. ഓക്കെ, 6 സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു.
100 രൂപ പാസ് എടുത്തു. പെർ ഹെഡ് 100 രൂപ, ഓഫ് കോഴ്സ് 200 രൂപ. ഫസ്റ്റ് തൊട്ടപ്പെട്ട പീക്ക്. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഊട്ടിയുടെ ഒരു സീസൺ ടൈം ഇതല്ല. ക്ലൗഡ് ബെഡ് എന്ന് പറഞ്ഞ തൊട്ടപ്പെട്ട പീക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നോ, സ്റ്റിൽ കാണാൻ കൊള്ളാം. ഊട്ടിയുടെ ഒരു വൈഡ് വ്യൂ കിട്ടി. ഊട്ടി നമ്മുടെ മൈസൂരിലുള്ള ചാമുണ്ഡി ഹിൽസിൽ പോകുന്ന പോലെ. മൈസൂർ ചാമുണ്ഡി ഹിൽസ് പോയി കഴിഞ്ഞാൽ മൈസൂരിനൊരു വൈഡ് വ്യൂ കിട്ടും. നല്ല ഭംഗിയാണത്. അത് പിന്നെ എനിക്ക് കോടയും കൂടെ കിട്ടിയായിരുന്നു. ഇവിടെ കോട ഇല്ലയെന്ന് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഓക്കെ, തൊട്ടപ്പെട്ട പീക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂനൂർ ഇതുപോലെ പൊക്കത്തുനിന്ന് കാണാൻ പറ്റും, ഊട്ടി കാണാൻ പറ്റും. അതിനൊക്കെ അവർ പ്രത്യേക പേരുകൾ പറയുന്നുണ്ട് ഈ വ്യൂ പോയിൻറ്റിനൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ആദ്യമായിട്ട് ഈ ഫീൽ കിട്ടിയത് പാലക്കാട് നിന്നായിരുന്നു. കാര്യം പാലക്കാടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അന്ന് ഇതുപോലെ ഞാൻ സോളോ ആയിരുന്നു പോയത്. അപ്പോൾ പോയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാനന്ന് ചെന്ന് ഇരുന്നേ ഉള്ളൂ. ഇരുന്നപ്പോൾ തന്നെ ഒരു റീൽസ് എടുക്കുന്ന ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാക്കോട്ട് പോയിരിക്കി, ഞങ്ങൾക്ക് റീൽ എടുക്കണം. 2 കാര്യം, അവരെൻ്റെ അടുത്ത് ഒന്ന് പോവോന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോയില്ലായിരുന്നു. പിന്നെ പോകണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ തീരെ പോയില്ല. നമ്മളൊരു സ്ഥലത്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നോയ്സൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. വൈ? ബിക്കോസ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് തന്നെയല്ലേ കയറുന്നത്. ഞാൻ എൻ്റെ പീസ് ഓഫ് മൈൻഡ് എൻജോയ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുക. സെയിം എക്സ്പീരിയൻസ് എനിക്ക് തൊട്ടപ്പെട്ട പീക്കിൽ നിന്ന് കിട്ടി. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതെൻ്റെ ഫസ്റ്റ് ടൈം അല്ല, നന്നായിട്ട് മറുപടി കൊടുത്തു ഞാൻ. നിങ്ങൾ ഇതുപോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചീത്തായിട്ട് പറഞ്ഞതായിട്ടെങ്കിലും വിചാരിച്ചിട്ട് നിങ്ങളിത് മാറ്റാൻ ശ്രമിക്കുക. സോറി, ടെമ്പർ തെറ്റിപ്പോയി, സോറി. ഓക്കെ, തൊട്ടപ്പെട്ട പീക്ക് കഴിഞ്ഞിട്ട് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, ഇത് രണ്ടിനും കൂടെ ഒറ്റ സ്റ്റോപ്പാണ്. ഇതേ ബസ്സിൽ നമുക്ക് പോകുന്ന ബസ്സിൽ തന്നെ അല്ല നമ്മളടുത്ത്, അതായത് സർക്യൂട്ട് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പാസ്സാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വന്ന ബസ് അതുപോലെ വന്ന ആളുകളെ കയറ്റിയിട്ട് അവർ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. നമ്മളവിടെ തിരിച്ചെത്തുമ്പോഴേക്ക് അടുത്ത സർക്യൂട്ട് ബസ് ഓൾറെഡി വന്ന് നിർത്തിയിട്ടുണ്ടാവുമായിരിക്കും അടുത്തൊരു ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി എൻട്രൻസ് ഫീ ആയിട്ട് നമുക്ക് 20 രൂപ പെർ ഹെഡ് വരുന്നുള്ളൂ, ടോട്ടൽ 40. അങ്ങനെ അത് മസ്റ്റ് സ്പോട്ടാട്ടോ. നമ്മൾ വിചാരിക്കും ഒരു പേഴ്സണൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നെങ്കിൽ 20 രൂപ കൊടുക്കണം. എനിക്കങ്ങനെയായിരുന്നു, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ, എന്താണ് നമ്മൾ ഇത്ര പൈസ എടുക്കേണ്ട കാര്യം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കാര്യം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒന്നും അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ചെകഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര വെറുത്ത. അവർ നമുക്കൊരു ചായ തരും, പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി കയറുന്ന സമയത്ത് ചോക്ലേറ്റും തരും. അവിടുത്തെ ചായ എന്താ ടേസ്റ്റ്! അതായിരിക്കണം എനിക്ക് അവിടുന്ന് ഒരു ചായപ്പൊടിയുടെ പാക്കറ്റ് വാങ്ങാൻ തോന്നിയത്. നല്ല അടിപൊളി ചായയായിരുന്നു അവിടുത്തെ. പിന്നെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ അവരെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ടീ ഫാക്ടറി ഉണ്ട്. അതൊക്കെ ഒന്നും അതിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ കണ്ടൊരു വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞത്. കാര്യം എനിക്ക് മറ്റേ ടീ ഫാക്ടറിയിലോട്ട് കയറാൻ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹോംവുഡ് ടീ ഫാക്ടറി ആയിരുന്നു ഞങ്ങൾ പോയത്. ഓക്കെ, പിന്നെ അവിടുന്ന് തിരിച്ച് വന്നു. സർക്യൂട്ട് ബസ്സിൽ കയറിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കേട്ട് പോകാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലം. അതെ, പെർ ഹെഡ് 100 രൂപ വരുന്നുള്ളൂ. പിന്നെ ഊട്ടിയിൽ അന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ബസ്സൊക്കെ അവിടെ എത്താൻ തന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുത്തു. 3/4 to 1 മണിക്കൂറോളം എടുത്തു. ആലോചിക്കണം, ഈ 10 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ ടീ ഫാക്ടറിയിൽ നിന്ന് എന്താ പറയുക ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട്. ഓക്കെ, പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുപാട് നടന്ന് കാണാനുണ്ട്, ഒരുപാട് നടന്ന് കാണാനുണ്ട്. പിന്നെ ഊട്ടി ഫ്ലവർ ഷോ കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് ശേഷമാണ് ഞങ്ങളവിടെ എത്തിയത്. പൂക്കളൊക്കെ ഇതുപോലെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ നിരുത്സാഹപ്പെടുത്തിയില്ല. ഒരുപാട് നടന്ന് കാണാനുണ്ടായിരുന്നു, കണ്ടു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ബാഡായിട്ട് തോന്നിയത്, നമുക്ക് ഉള്ളിലോട്ട് ഫുഡൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകും, അതിനൊന്നും പറയുന്നില്ല. നിറച്ച് വേസ്റ്റ് ആയിരുന്നു. ഈ നിറച്ച് പച്ചപ്പുല്ല് ഇരിച്ചിരിക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ആളുകൾക്ക് എങ്ങനെ ഒരു വേസ്റ്റൊക്കെ ഇടാൻ തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നിറച്ച് ഫുഡിൻ്റെ വേസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ വരുന്ന സ്ഥലത്ത്. നമുക്ക് പിന്നെ ഒരുപാട് നടന്ന് കാണാണ്ടായതുകൊണ്ട് ഓക്കെ, എന്തോ ഭയങ്കര ബാഡായിട്ട് തോന്നി. ശരി, അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ബൊട്ടാണിക്കൽ ഗാർഡൻ മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. പിന്നെ ഒരു വിഷമമുണ്ടായിരുന്നു, ബോട്ട് ഹൗസ്, അതിന് പോകാൻ പറ്റിയില്ല. വൈ? ബിക്കോസ് എൻ്റെ ബസ് തിരിച്ച് കോഴിക്കോടിലോട്ടുള്ള എൻ്റെ ബസ് ഉച്ചയ്ക്ക് ശേഷം 3:15
ഒരു 2.5-3 മണിക്കൂറിന് ശേഷം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ബസ് ഇറങ്ങി. പിന്നെ തിരിച്ച് സർക്യൂട്ട് ബസ്സിൽ തന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്തോ ഭാഗ്യത്തിന് ഊട്ടി ബസ് സ്റ്റാൻഡ് തന്നെയായിരുന്നു. ഊട്ടി ബസ് സ്റ്റാൻഡിലോട്ട് വന്നു. പിന്നെ തിരിച്ച് റൂമിലോട്ട് വന്നു. പിന്നെ ലഞ്ച് ഹെവി ഒന്നും ആക്കിയില്ല. ഒരു 2 പപ്സൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ ബസ്സിലോട്ട് കയറി തിരിച്ച് നാട്ടിലോട്ട്. ബസ് എനിക്ക് 220 രൂപ. പിന്നെ തമിഴ്നാട്ടിൽ യാത്ര ചെയ്തിട്ട് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസാണ്. വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ബസ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഈ മഞ്ഞ ബസ് ഓക്കെ, നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഈ ബസ്. TNSTC എന്നുള്ള ഒരു ആപ്പുണ്ട്. TNSTCയുടെ ഒരു ആപ്പുണ്ട്, നമുക്കതിൽ നിന്ന് ബുക്ക് ചെയ്യാം. നല്ല തിരക്കായിരുന്നു ബസ്. ഈവൻ ബുക്ക് ചെയ്തിട്ട് പോലും എനിക്ക് എൻ്റെ സീറ്റ് കിട്ടാൻ കുറച്ച് പാട് വിട്ടു. കണ്ടക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവർ ബുക്ക് ചെയ്ത ആളുകൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടെന്ന് ഭയങ്കരമായിട്ട് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, TNSTC ബസ് കോഴിക്കോടേക്ക് എനിക്ക് 1-2 സർവീസ് ഉണ്ട് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം 3:15 എൻ്റെ ബസ്. പിന്നെ 2:30 കണ്ട ഒരു സർവീസും കൂടെ ഉണ്ടായിരുന്നു അന്ന്. എനിഹൗ ഊട്ടിയിൽ എനിക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഊട്ടിയിലെ വ്യൂ നല്ല ഭംഗിയായിരുന്നു. തിരിച്ചിറങ്ങുന്ന സമയത്ത് ബസ്സിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റ് ആയുള്ളൂ, അപ്പോഴേക്കും മഴ പെയ്തു. നല്ല ഭംഗിയായിരുന്നു അപ്പോൾ കാണാൻ. എനിക്ക് തോന്നുന്നു ഊട്ടി മഴയൊക്കെ പെയ്തിട്ട് ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും. ഊട്ടി ഒന്നും കൂടെ പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 3 ദിവസത്തെ ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ മൊത്തം എക്സ്പെൻസ് എനിക്ക് വന്നത്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എക്സ്പെൻസ് കൂടി തോന്നിയത് ഈ റൂം എടുക്കുന്നതാണ്. മൊത്തം എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂട്ടട്ടെ കേട്ടോ, 1 സെക്കൻഡ്. ഓക്കെ, ഞാൻ കണക്ക് കൂട്ടി ആകെ മൊത്തം 2265 രൂപ. അപ്പോൾ ഒരു മിസലേനിയസ് എമൗണ്ടൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു 2.5 to 2.6K, അപ്പോൾ 2600 രൂപേൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ ഈ ട്രിപ്പ് അവസാനിപ്പിച്ചു. ഓക്കെ, ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു ടിപ്പ് തരാം. നമുക്ക് എപ്പോഴും പോകുന്ന സമയത്ത് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ, അതുപോലെ ഒരു ന്യൂസ് പേപ്പർ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. യു വിൽ താങ്ക് മീ ലൈറ്റ്. ഓക്കെ, അങ്ങനെ. പിന്നെ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് വീട്ടിലിങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന ആളുകളോടായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷിന് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ സെറ്റായിരിക്കും. സീരിയസ്ലി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പുഷ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്രിപ്പ് അടിപൊളിയായിരിക്കും, നമുക്ക് എനർജിയൊക്കെ കിട്ടും. പക്ഷേ എങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പാട്. ആ ഒരു ലൂപ്പിൽ പെടാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.